ആയിരക്കണക്കിന് വീടുകളിൽ അനേകർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായി നമുക്ക് രണ്ട് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. ഒന്ന്, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഇന്നത്തേതും എന്നത്തേതും ആയ ടെലിവിഷൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി. ഈ പ്രസംഗം മാത്രമല്ല, അനുഗ്രഹീതരായ അനേക ദൈവദാസന്മാർ ടെലിവിഷനിലൂടെ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളെയും വഹിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയുള്ള ഈ പ്രാർത്ഥന വളരെ ശക്തമാണ്. രണ്ടാമത്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ആ ടെലിവിഷൻ സെറ്റിന് മുൻപിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലുള്ള ആളും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങളെക്കാൾ 50 മൈൽ അകലെ, 100 മൈൽ അകലെ അനേക ആളുകൾ ഈ ടെലിവിഷന്റെ മുമ്പിൽ ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായി കണ്ണുകൾ അടയ്ക്കുകയാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ, ഒരു വലിയ ഗ്രൗണ്ടിൽ 5000 പേര് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന അനുഭവം ഓർത്ത് നോക്കൂ. അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആളിപ്പോൾ ഇവിടെയുണ്ട്. 10,000 അല്ല, 20,000 അല്ല, അനേക ആളുകൾ ഒരുമിച്ച് കൂടി നാം ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. സർവശക്തന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. നിങ്ങളുടെ അയൽക്കാരൻ അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മുടെ രാജ്യം അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുമോ? നിങ്ങളെക്കാൾ വലിയ പ്രശ്നം അവർക്കുണ്ട്. രോഗം, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള പ്രശ്നം, സാമ്പത്തികം, ബിസിനസ്, അപകടം, ആക്സിഡന്റിൽപ്പെട്ട് ആശുപത്രി കിടക്കുന്നവർ, ഓപ്പറേഷൻ വിധേയരായി കിടക്കുന്നവർ ഒക്കെയുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരാം. നിങ്ങൾ മറ്റുള്ളവർക്ക് അതേ വിഷയമുണ്ടെങ്കിൽ അവർക്ക് സൗഖ്യം കിട്ടാൻ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ സൗഖ്യമാക്കും. ഈ ശുശ്രൂഷയെ വഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ചുള്ള ഈ പ്രാർത്ഥന വളരെ ശക്തിയാണ്. ഇതൊരു കൂട്ടായ്മയാണ്. ഇതിനകത്ത് ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരും. ഇപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും. നിങ്ങളുടെ മനസ്സിൽ അത് അറിയാൻ പറ്റും. യേശു ക്രിസ്തു ജീവിക്കുന്നു. സ്തോത്രം. നിങ്ങൾ അല്പനിമിഷം ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുമോ? കർത്താവ് നിങ്ങളെ സ്പർശിക്കാൻ അനുവദിക്കുമോ? പ്രിയ കർത്താവേ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായിട്ട് നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരളാമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അവിടുത്തെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ മുട്ടുകുത്തുന്നു. ഞങ്ങൾ ഒരുമിച്ച് അടുത്തു വരുന്നു. ഹൃദയത്തെ വണങ്ങുന്നു. അങ്ങേക്ക് ഞങ്ങൾ മഹത്വവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു. അവിടുത്തെ വചനത്തിനായിട്ട് നന്ദി, അവിടുത്തെ സാന്നിധ്യത്തിനായിട്ട് നന്ദി, അവിടുത്തെ വാഗ്ദത്തത്തിനായിട്ട് നന്ദി, അവിടുന്ന് ഞങ്ങളുടെ മധ്യ വന്നിട്ടുള്ളതിനായിട്ട് സ്തോത്രം. ഇപ്പോൾ കർത്താവിന്റെ നാമത്തിൽ ഈ വീടിനെ അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ ഈ വീട്ടിലെ മാതാപിതാക്കന്മാരെ അനുഗ്രഹിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. അവരുടെ ബിസിനസ്സിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. നഷ്ടങ്ങളിൽ നിന്നവരെ വിടുവിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ശാപങ്ങളിൽ നിന്നവരെ വിടുവിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. രോഗത്തിൽ നിന്നവരെ വിടുവിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. വൈരാഗ്യത്തിൽ നിന്ന് വിടുവിക്കാൻ പ്രാർത്ഥിക്കുന്നു. അയൽക്കാർ തമ്മിലുള്ള സംഘട്ടനങ്ങൾ അവസാനിപ്പിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സമാധാനവും സൗഖ്യവും അനുഗ്രഹവും ഈ വീട്ടിൽ വരുവാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനം ശ്രദ്ധിപ്പാൻ, ഗ്രഹിപ്പാൻ കൃപ തരണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വർഷങ്ങളായി മലങ്കരയിൽ വചനം കേൾക്കാത്തതുകൊണ്ടല്ലേ ജനം അതപ്പതിച്ചു പോയത്? ജനം മദ്യപാനത്തിലും പിടിച്ചുപറിയിലും വഴക്കിലും വിവാഹമോചനത്തിൽ ആത്മഹത്യയിലും ഒക്കെ എത്തി നിൽക്കുന്നതിന്റെ കാരണം ദൈവ വചനം കേൾക്കാത്തതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വചനത്തിലേക്ക് മടങ്ങി വരാം. കർത്താവായ യേശുവിന്റെ മടങ്ങിവരവിന്റെ അടയാളങ്ങളെക്കുറിച്ച് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നാം അടുത്ത അടയാളത്തിലേക്ക് കടക്കുന്നു. മത്തായി സുവിശേഷം 24-ാം അധ്യായം 11-ാം വാക്യം. മത്തായി സുവിശേഷം 24-ാം അധ്യായം 11-ാം വാക്യം. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. കള്ളപ്രവാചകന്മാരാണ് അടുത്ത പ്രശ്നം. കള്ളപ്രവാചകന്മാരെ കുറിച്ച് ഒരു സൂചന ഞാൻ ഇതിനു മുമ്പുള്ള സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. ഒന്നുകൂടെ പറയാം. വ്യാജ പ്രവാചകൻ, അതുപോലെ തന്നെ മറ്റൊരു കാര്യം വ്യാജ ക്രിസ്തു. പൊതുവെ ഈ ഡ്യൂപ്ലിക്കേറ്റ് എന്ന വാക്ക് ഇപ്പൊ കുറെ മാർക്കറ്റ് പിടിച്ചിട്ടുണ്ട്. ഒരു വണ്ടിയുടെ താക്കോല് നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് കീ ഇപ്പൊ കിട്ടും. അപ്പൊ നിങ്ങളുടെ താക്കോല് കൊടുത്താൽ ഉടൻ തന്നെ മറ്റൊരു താക്കോൽ ഉണ്ടാക്കി തരും. അങ്ങനെ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി ഇപ്പൊ പഴയതിനേക്കാൾ എളുപ്പമാണ്.
ഇത് ആത്മീയ മണ്ഡലത്തിൽ വരുന്നു എന്നാണ് യേശു പറഞ്ഞത്. അതെ, അതാണ് ഈ കണ്ടുവരുന്നത്. അപ്പൊ പ്രവചനങ്ങൾ കൃത്യമായി നിറവേറുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഏതിനും കറക്റ്റ് ഡ്യൂപ്ലിക്കേറ്റ്, ഒറിജിനലിനേക്കാൾ നല്ല ഡ്യൂപ്ലിക്കേറ്റ്. ഇപ്പൊ തന്നെ നല്ല പുഷ്പങ്ങൾ നമുക്ക് സംഘടിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിന്റെ ആ ഒറിജിനൽ, ആ നല്ല പുഷ്പങ്ങളുടെ തനി രൂപത്തിലുള്ള പുഷ്പങ്ങൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അതിന് വെള്ളം ഒഴിക്കേണ്ട, വളം ഇടണ്ട, അത് വർഷങ്ങളോളം അവിടെ ഇരിക്കും. ഇതേ പ്രശ്നം ആത്മീയത്തിൽ വരുമെന്ന്, അത് വർദ്ധിച്ചു വരുമെന്ന് യേശു പറഞ്ഞിരിക്കുന്നത് അടയാളങ്ങളിൽ പെട്ടതാണ്. അത് ഇത് കള്ള ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു. ഇവിടെ കള്ള പ്രവാചകനാണ്. ആരാണ് പ്രവാചകൻ? പ്രവാചകൻ എന്നുള്ളതിന്റെ ശരിയായ അർത്ഥം ദൈവത്തിന്റെ ശബ്ദം കേട്ട് മനുഷ്യനെ അറിയിക്കുന്നവനെന്നാണ് അതിന്റെ ആത്മീയ അർത്ഥം. എന്നാൽ അതിന്റെ മനുഷ്യൻ കൊടുത്തിരിക്കുന്ന അർത്ഥം വേറൊന്നാണ്. ഭാവി പറയുന്നവനെന്നാണ് അർത്ഥം. അപ്പൊ ഭാവി പറയുന്നതിനോടുള്ള താല്പര്യം മനുഷ്യന് വർദ്ധിച്ചതുകൊണ്ടാണ് കള്ളപ്രവാചകന്മാർ വർദ്ധിച്ചത്. ഞാൻ വിവരിക്കാം. വളരെ വിദ്യാഭ്യാസമുള്ള ആളുകൾ അവരുടെ ഭാവി അറിയാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അവർ ഏത് മാർഗവും തിരഞ്ഞെടുക്കുന്നു. അങ്ങനെയാണ് ഈ വ്യാജന്മാരിപ്പോൾ വളർന്നത്. അപ്പൊ കള്ളപ്രവാചകന്മാർ വർദ്ധിക്കും യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിൽ. ഇതിപ്പോ തുടങ്ങിയോ? തുടങ്ങിയിട്ടുണ്ട്. വിവിധ പേരുകളിൽ അത് രംഗത്ത് വരുന്നുണ്ട്. പക്ഷെ ഇതിനേക്കാൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കാണുന്നതിനേക്കാൾ കുറെ കൂടി ഇത് വർദ്ധിക്കും. കർത്താവിന്റെ വരവിന്റെ അടയാളങ്ങളിൽ ഒന്നാണ് കള്ളപ്രവാചകന്മാർ വരും, പലരെയും തെറ്റിക്കും. എന്താണ് പ്രവാചകൻ ചെയ്യുന്നത്? ചില കാര്യങ്ങൾ മുമ്പ് കൂട്ടി പറയും, ഭാവി പറയും. അതൊക്കെ ചിലതെല്ലാം ഒക്കും. അപ്പോഴത്തേനും ആളുകൾ തെറ്റിപ്പോവും. അപ്പൊ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ, ബൈബിൾ സന്ദേശം ശ്രദ്ധിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ തന്നെ വളരെ നന്നായി ശ്രദ്ധിക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ എനിക്കുള്ളതുകൊണ്ട് ഞാൻ അതിന്റെ ഒരു ശരിയായ ആധികാരികമായ പ്രമാണം പറഞ്ഞുതരാം. ഒരു പ്രവാചകനെ എങ്ങനെ വിശ്വസിക്കാം, എങ്ങനെ തിരിച്ചറിയാം? ഒരു പ്രവാചകൻ വ്യാജനാണോ? അവനെ നമുക്ക് അംഗീകരിക്കാമോ? അവനെ നമ്മൾ എങ്ങനെ തിരിച്ചറിയാം, എങ്ങനെ കൈകാര്യം ചെയ്യാം? ഇത് സംബന്ധിച്ചൊരു ആധികാരികമായ വചനം നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് നല്ലതാണ്. ആവർത്തന പുസ്തകം 13-ാം അധ്യായത്തിൽ നിന്ന് ഞാനത് വായിച്ചു കേൾപ്പിക്കാം. ഇതൊരു പക്ഷേ പുതുതായിട്ട് കേൾക്കുന്നവർക്ക് അത്ര മനസ്സിലായി എന്ന് വരില്ല. എങ്കിലും സാരമില്ല, ശ്രദ്ധിക്കുക. ആവർത്തന പുസ്തകം 13-ാം അധ്യായം 1 മുതൽ. ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടപ്പീൻ, അതിനോട് കൂട്ടരുത്. ഇപ്പോൾ നാം വായിക്കുന്നത് പഴയ നിയമത്തിലെ 190-ാമത്തെ പേജിൽ നിന്നാണ്. 190. അതിനോട് കൂട്ടരുത്, അതിൽ നിന്ന് കുറയ്ക്കുകയും അരുത്. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളെ നാം ചെന്ന് സേവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടയാളമോ അത്ഭുതമോ മുൻകൂട്ടി പറയുകയും അവൻ പറഞ്ഞ അടയാളം സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകനെ വിശ്വസിക്കരുത്. എന്തുകൊണ്ടെന്നാൽ അവൻ വചനം തെറ്റിച്ചു. നിങ്ങൾ ഈ പേജ് നമ്പർ എടുത്തിട്ട് വായിച്ചു നോക്കുക. മനസ്സിലായില്ലെങ്കിൽ ഒന്ന് ഫോൺ വിളിക്കുക, ഇല്ലെങ്കിൽ ഒരു കത്തയക്കുക. ഞാൻ വിശദീകരിച്ചു തരാം. ആത്മീയ വിഷയത്തിൽ ക്രിസ്തുവിന്റെ നാമത്തിൽ ക്രിസ്തീയ പേരിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നവരും ഭാവി പറയുന്നവരും ഈ കാലങ്ങളിൽ വർദ്ധിച്ചു വരുമെന്നാണ് പ്രവചനം. ഞാൻ വിശദീകരിക്കാം, വചനങ്ങൾ എടുത്ത് കാണിച്ചു തരാം. അപ്പോ ഭാവി പറയുക, നാളെ അത് സംഭവിക്കാൻ പോണു, നിങ്ങളുടെ കുഞ്ഞിന് അത് വരാൻ പോണു എന്നൊക്കെ പറയുകയും കുറച്ച് ഭൂതകാലങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ മനുഷ്യന്റെ ഒരു ബലഹീനതയാണ്, നാളെ എന്ത് നടക്കുന്നു എന്നറിഞ്ഞാൽ മനുഷ്യൻ ഏത് ബുദ്ധിജീവികൾക്കും അത് ഇഷ്ടം. അവന്റെ ഭാവിയെ കുറിച്ച് പറഞ്ഞാൽ പെട്ടെന്ന് അവന്റെ മുഖം തെളിയുന്ന കാണാം. അപ്പൊ അത് അവന്റെ ഒരു ബലഹീനതയാണ്. അതിനെ ജയിക്കണമെങ്കിൽ കുറച്ച് ആത്മീയമായ കരുത്തകത്തുണ്ടാകണം. എനിക്ക് എന്റെ ഭാവി അറിയണ്ട എന്ന് പറയണമെങ്കിൽ ആത്മീയമായി വളരാത്ത ഒരാൾക്ക് ബുദ്ധിമുട്ടാണ്. അത് ഞാൻ ഈ സന്ദേശത്തിലൂടെ വിവരിക്കുക ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇത് തിരിച്ചറിയാവുന്ന ഒരു അടയാളമാണ് ഇപ്പൊ പറഞ്ഞത്. ആവർത്തന പുസ്തകം 13-ാം അധ്യായത്തിൽ ഇവിടെ വായിച്ചത് ഇതാണ്. ഒരു പ്രവാചകൻ വരുന്നു. അവൻ വന്നിട്ട് പറയുകയാണ്, നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഇടി വെട്ടി മഴ പെയ്യും എന്ന് പറയുന്നു. അതതുപോലെ തന്നെ സംഭവിക്കുന്നു. പക്ഷെ അപ്പോൾ തന്നെ അവൻ വചനത്തിലില്ലാത്ത ഒരു കാര്യം ചെയ്യുകയും കൂടെ ചെയ്യുന്നു.
അപ്പൊ വചനത്തിലില്ലാത്തൊരു കാര്യം അവൻ ചെയ്യുന്നു. ഇതിവിടെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചെയ്യുന്നു, പക്ഷെ അവൻ പറഞ്ഞ പ്രവചനം നടന്നു. എന്തുകൊണ്ട് നടന്നു എന്ന ചോദ്യത്തിന് വേറെ മറുപടി പറയാം. ഇവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും മാജിക്കും ഒക്കെ കാണിക്കുന്ന പല പവറുണ്ട്, പല ശക്തികളുണ്ട്. കുറച്ച് ശാസ്ത്രീയമായിട്ടുണ്ട്, കുറച്ച് മനഃശാസ്ത്രമുണ്ട്, കുറച്ച് മറ്റ് പരിപാടികളുണ്ട്, കുറച്ച് പൈശാചിക പ്രവർത്തനങ്ങളുണ്ട്. പിശാചിന്റെ ശക്തിയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വിശദീകരിച്ചു തരാം. പുസ്തകങ്ങൾ വായിക്കാനുള്ള പുസ്തകങ്ങളുടെ പേര് പറഞ്ഞു തരാം. പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അതൊക്കെ ആവശ്യമാണ്. ഇങ്ങനെ കള്ളപ്രവാചകനെ തിരിച്ചറിയുന്നതിനുള്ള വ്യവസ്ഥ. ഇവനെ ശ്രദ്ധിക്കുക. ഇവന്റെ പ്രവചനമല്ല ശ്രദ്ധിക്കേണ്ടത്, ഇവനെ ശ്രദ്ധിക്കണം. ഇവന്റെ ജീവിതം ക്രിസ്തുവിന്റെ പ്രമാണത്തിന് 100% യോജിക്കുന്നതല്ല എങ്കിൽ ഇവൻ പറഞ്ഞ യാതൊരു പ്രവചനമോ അത്ഭുതമോ അംഗീകരിക്കേണ്ട എന്നാണ് ഇതിന്റെ അടയാളം. മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുന്നോട്ട് പോകാം. അതിനോട് ചേർത്ത് കള്ള ക്രിസ്തുവിനെ കുറിച്ചും കൂടെ ഒരു വാക്ക് പറഞ്ഞോട്ടെ. യോഹന്നാന്റെ ലേഖനത്തിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രസ്താവനയുണ്ട്. കള്ളക്രിസ്തു, കള്ളപ്രവാചകൻ, ഈ കാര്യങ്ങൾ കർത്താവിന്റെ മടങ്ങിവരവിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പേജ് നമ്പർ 246, പുതിയ നിയമത്തിൽ 246. 1 യോഹന്നാൻ 4-ാം അധ്യായം 1 മുതൽ. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യും. അപ്പൊ കള്ളപ്രവാചകന്മാർ പുറപ്പെട്ടിരിക്കുന്നു. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത, യേശുവിനെ അനുസരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ശ്രദ്ധിക്കുക. അപ്പോ ക്രിസ്തുവിനെ അംഗീകരിക്കുക, ക്രിസ്തുവിന്റെ പ്രമാണങ്ങളെ 100% ഫോളോ ചെയ്യുക. ഇത് ഈ വ്യക്തിയിലുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ അവന്റെ അടയാളങ്ങളോ അത്ഭുതങ്ങളോ മാജിക്കോ ഒന്നും നീ വിശ്വസിക്കേണ്ട. ഇതാണ് ബൈബിളിന്റെ വീക്ഷണം. ഇവിടെ കള്ളക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. ആരാണ് കള്ളക്രിസ്തു? ഈയിടെയല്ല, കുറെ നാളുകളായിട്ട് നമ്മുടെ ഇടയിൽ ഒരു പറച്ചിലുണ്ട്. ഈ സുവിശേഷം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ വരുന്നത് കള്ളക്രിസ്തുക്കളാണ്. ഞങ്ങളോട് അങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ട്. സുവിശേഷം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ട്രാക്ട്, ബൈബിള് ഒക്കെ പറഞ്ഞുകൊണ്ട് വരിക, സുവിശേഷ യോഗത്തിന് വിളിക്കുക, കൺവെൻഷന് വിളിക്കുക, വീട്ടിൽ പ്രാർത്ഥന വെക്കുക, ഇങ്ങനെ കർത്താവിന്റെ പേരും പറഞ്ഞുകൊണ്ട് വരുന്നവരെ കുറിച്ച് ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. കള്ളക്രിസ്തുക്കൾ വരുമെന്ന് കേട്ടിട്ടില്ലേ? അതാണിപ്പോ ഈ വരുന്നത്. വഞ്ചിക്കപ്പെടരുത്. ആരെങ്കിലും, ഞാൻ പറയുന്നതോ മറ്റൊരാൾ പറയുന്നതോ അല്ല പ്രമാണം, ബൈബിളാണ് നമ്മുടെ പ്രമാണം. ആ പ്രവചനം, ആ വാക്കെടുക്കുമ്പോൾ അതിന്റെ തൊട്ടു താഴത്തെ വാക്കെടുക്കണം. ഭൂലോകമൊക്കെയും, ഞാൻ വായിച്ചു കേൾപ്പിക്കാം, 24:14, ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പൊ അതാര് പ്രസംഗിക്കും? അപ്പൊ സുവിശേഷം പ്രസംഗിക്കുന്നവനല്ല കള്ളക്രിസ്തു. ഞാനാണ് ക്രിസ്തു എന്ന് പറയുന്നവനാണ് കള്ളക്രിസ്തു. അപ്പോൾ ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞ് ആരെങ്കിലും ട്രാക്റ്റുമായിട്ട് വീട്ടിൽ വന്നെങ്കിൽ അവനെ പിടിച്ചോണം. ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞ് നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് വിളിക്കാൻ ഒരാൾ വന്നെങ്കിൽ അവനെ സൂക്ഷിക്കണം. എന്നാൽ നിങ്ങൾ കർത്താവിന് വചനം കേൾക്കാൻ വരണം, കർത്താവ് വരാറായി, മാനസാന്തരപ്പെടണം, പാപവഴികളെ ഉപേക്ഷിക്കണം, കർത്താവിന്റെ സന്നിധിയിലേക്ക് വരണമെന്ന് പറഞ്ഞ് വിളിക്കുന്നവനെ കള്ളക്രിസ്തു ആണെന്ന് പറഞ്ഞ് തള്ളരുത്. അങ്ങനെ നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത് വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ കള്ളക്രിസ്തു ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുക. കള്ളക്രിസ്തു എന്ന് പറയുന്നത് ക്രിസ്തു ആണെന്ന് അവകാശപ്പെടുന്നവരെല്ലാം അതിൽപ്പെടും. ഇതിനോടുള്ള ബന്ധത്തിൽ 3 വാക്കുകൾ ഓർത്തിരിക്കുക. 1 കള്ളക്രിസ്തു, 2 കള്ളപ്രവാചകൻ, 3 എതിർ ക്രിസ്തു. ഇതിൽ എതിർ ക്രിസ്തു എന്നുള്ളത് ആന്റി ക്രൈസ്റ്റ്. അതിനെ ചില ആളുകൾ അന്തിക്രിസ്തു എന്നൊക്കെ വിളിക്കും. പക്ഷെ അന്തിക്രിസ്തു എന്നൊരു വാക്ക് ബൈബിളിലില്ല. പറഞ്ഞു അങ്ങനെ അന്തി ആയതാണ്. എതിർ ക്രിസ്തു എന്നുള്ളതാണ് ശരിയായ വാക്ക്. എതിർ ക്രിസ്തു അത് വരാൻ പോണു. പക്ഷെ അത് വെളിപ്പെടുന്നത് കർത്താവിന്റെ വരവിന് ശേഷമായിരിക്കും എന്നാണ് ബൈബിൾ വ്യക്തമാക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് ഞാൻ ക്രിസ്തുവാണെന്ന് പറഞ്ഞു വരുന്ന പലരും പേരെടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പലരും കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയി.
ഇനിയും വരാൻ സാധ്യതയുണ്ട്. കള്ളപ്രവാചകന്മാർ ആര്, കള്ളക്രിസ്തുക്കൾ ആര്? വിശദീകരിക്കാം. കള്ളക്രിസ്തു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രസംഗിക്കുന്നവരോ യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണമോ എന്ന് വീടുകൾ കയറി ഇറങ്ങി സുവിശേഷം പറയുന്നവരെയോ അല്ല. അവരെ തെറ്റിദ്ധരിക്കരുത്. ഈശോ മശിഹായുടെ അന്ത്യകൽപ്പന, ഏറ്റവും വലിയ കൽപ്പന, നമ്മളെല്ലാവരും ചെയ്യാൻ പറഞ്ഞ കൽപ്പന, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല മനുഷ്യരോട് സുവിശേഷം പറയണം. അപ്പൊ സുവിശേഷം പറയുന്നവൻ കള്ളക്രിസ്തു ആണെന്ന് തെറ്റിദ്ധരിക്കരുതേ. ദയവായി ശ്രദ്ധിക്കുക. ലോകത്തിൽ എത്തുമാത്രം മനുഷ്യരുണ്ടോ അവരുടെ എല്ലാം വീടുകളിൽ പോയി സുവിശേഷം പറയണം എന്നാണ് യേശു പറഞ്ഞത്. നിങ്ങൾ എത്ര വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്? നിങ്ങളുടെ അയലോകത്തുള്ള എത്ര മനുഷ്യർ യേശുവിനെ അറിഞ്ഞിട്ടുണ്ട്? യേശു ആരാണെന്നുള്ളത് അറിയാത്ത ആയിരക്കണക്കിന് മനുഷ്യർ നമ്മുടെ ചുറ്റും പാർക്കുന്നു. അവരോട് കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ നാം കുറ്റക്കാരാണ്. അപ്പോൾ ഈ തെറ്റിദ്ധാരണ തിരുത്തുക. 2, കള്ളപ്രവാചകൻ ആരാണ്? കള്ളപ്രവാചകൻ മനുഷ്യനെ ചില ഭാവി പറഞ്ഞ്, പ്രവചനം പറഞ്ഞ് അവനെ യഥാർത്ഥ സത്യത്തിൽ നിന്നും അവന്റെ മനസ്സിനെ വലയ്ക്കുന്ന ഒരു പ്രത്യേക ഗ്രൂപ്പ് ആളുകൾ ഇനിയും ശക്തിപ്പെട്ടു വരും. ഇപ്പോൾ ഉണ്ട്. പല നല്ല ആത്മീയരായ ആളുകളുടെ വിശ്വാസം നശിപ്പിച്ചു കളഞ്ഞ കള്ളപ്രവാചകന്മാരെ എനിക്ക് നേരിട്ടറിയാം. നിങ്ങൾ അതിൽ വീഴരുത്. ഇത് വചനത്തിൽ നിന്ന് പഠിക്കേണ്ടതാണ്. അതിൽ തന്നെ മറ്റൊരു ഗ്രൂപ്പിനെ പറയാം. വിശുദ്ധ ബൈബിളിലെ മത്തായി എഴുതിയ സുവിശേഷം, കർത്താവിന്റെ വരവിനോട് ബന്ധപ്പെട്ട ഈ സത്യങ്ങൾ നാം അറിഞ്ഞില്ല എങ്കിൽ നാം വഞ്ചിക്കപ്പെട്ടു പോകും. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ. പേജ് നമ്പർ 7. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്വനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും അന്നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് തീർത്തു പറയും. ഇപ്പൊ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ടെന്ന് യേശു അന്നേ പറഞ്ഞിട്ടിരിക്കുന്നു. ഏതാണത്? വളരെ ശ്രദ്ധിക്കണം. ഇത് സാധാരണക്കാർക്ക് ഒഴിയുന്നൊരു ഭാഗമാണ്. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം ചെയ്ത ചിലരും യേശുവിന്റെ ആളുകളല്ലായിരിക്കും. ഇത് സാധാരണക്കാരനെ കുഴയ്ക്കുന്ന കാര്യമാണ്. കർത്താവ് പറയാണ്, അന്നാളിൽ പലരും എന്നോട് പറയും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്തല്ലോ. നിങ്ങളുടെ വീട്ടിൽ ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഭാഗം നോക്കണം. എന്നിട്ട് ഇത് ആരെക്കുറിച്ച് പറയുന്നു എന്ന് നോക്കണം. നിങ്ങൾക്ക് ആരെക്കുറിച്ചെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ഒരു വിരോധവുമില്ല. ഇവിടെ ഞാൻ അടയാളം പറയാം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ അല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പൊ കർത്താവേ എന്ന് വിളിക്കുകയും കർത്താവിന്റെ വചനം അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവനാണ് ഈ പറഞ്ഞ പാർട്ടി. കർത്താവിന്റെ വചനം അനുസരിക്കാത്ത ഒരാള്, കർത്താവിന്റെ വചനം അനുസരിക്കാത്ത ഒരു വ്യക്തി രോഗശാന്തി ശുശ്രൂഷ നടത്തുകയോ അത്ഭുതങ്ങൾ ചെയ്യുകയോ ചെയ്യുന്നു എങ്കിൽ അവന്റെ കാര്യമായിരിക്കും ഈ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ തന്നെ ചിന്തിച്ചുകൊള്ളുക. വ്യക്തികളെയോ ഗ്രൂപ്പിനെയോ സമൂഹത്തെയോ പറയാൻ എനിക്ക് സാധ്യമല്ല. പക്ഷേ നീ ഒരു പ്രാർത്ഥന നടത്തുകയോ അത്ഭുതം ചെയ്യുകയോ രോഗശാന്തി നടത്തുകയോ പ്രവചിക്കുകയോ അടയാളം കാണിക്കുകയോ ചെയ്യൽ അല്ല പ്രധാനം. കർത്താവിന്റെ വചനം പ്രമാണിക്കലാണ് പ്രധാനം. കർത്താവിന്റെ വചനം അനുസരിക്കാതെ വചനത്തിൽ ഇല്ലാത്തത് ചെയ്യുകയും വചനത്തിൽ ഇല്ലാത്തത് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയും അക്കൂട്ടത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ നിലവിലുണ്ട്. വ്യക്തിപരമായി ചോദിച്ചാൽ കാണിച്ചു തരാം. ധാരാളം ആളുകളുണ്ട്. ഈ ഗ്രൂപ്പിനെ സംബന്ധിച്ച് യേശു പറയുന്നു, അവന്റെ അത്ഭുതങ്ങളല്ല പ്രധാനം, അവൻ യേശുവിന്റെ വചനം പ്രമാണിക്കുന്നുണ്ടോ, ഇതാണ് പ്രധാനം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല,
സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പോൾ കള്ളപ്രവാചകന്മാരും വ്യാജ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നവരും എതിർ ക്രിസ്തുക്കളും കള്ളക്രിസ്തുക്കളും കർത്താവിന്റെ വരവിന്റെ സമീപകാലത്ത് ധാരാളം ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ അടയാളവും മറക്കാതിരിക്കുക. ഈ അടയാളവും നമ്മുടെ ശ്രദ്ധയിൽ വരട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം 11 വാക്യത്തിൽ ഞാൻ മറ്റൊരു അടയാളം കൂടെ കാണിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം 11 വാക്യം. വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ ഉണ്ടാകും. ബൈബിളിലെ ഒരു വാക്ക് പോലും വെറുതെ എഴുതിയിട്ടില്ല. ഒരു വചനം പോലും പറഞ്ഞു വന്നപ്പോൾ അങ്ങ് പറഞ്ഞു പോയി എന്ന് തോന്നാവുന്നത് ബൈബിളിലില്ല. ഭൂകമ്പത്തെക്കുറിച്ചും യുദ്ധങ്ങളെക്കുറിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ്. എന്നാൽ അന്ന് പറയാത്ത ഒരു കാര്യം അവിടുന്ന് ഇപ്പോൾ പറയുകയാണ്. മഹാവ്യാധി കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ യേശു പറഞ്ഞു പോയിരിക്കുന്നു. മഹാവ്യാധി. ശ്രദ്ധിച്ചു കേൾക്കുക. ഒരു 20 കൊല്ലം മുമ്പ് എത്ര ആശുപത്രി ഉണ്ടായിരുന്നു നമുക്ക്? 10 കൊല്ലം മുമ്പ് എത്ര ആശുപത്രി ഉണ്ടായിരുന്നു? ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ വർദ്ധിച്ച വ്യവസായം ഹോസ്പിറ്റൽ ആണ് എന്ന് പറഞ്ഞാൽ ആരും എതിർക്കാൻ സാധ്യതയില്ല. എല്ലാ പട്ടണങ്ങളിലും 4, 5, 10, 20 ആശുപത്രികൾ 10 നില കെട്ടിടങ്ങൾക്ക് മുകളിലേക്ക് പണിതുകൊണ്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, ഇതിലേതെങ്കിലും ആശുപത്രിയിൽ ഒരു ബെഡ് ഒഴിവുണ്ടോ? അടുത്ത ചോദ്യം, മനുഷ്യൻ ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ വില കൊടുത്തു പഠിക്കുന്നത് ഏത് വിഷയമാണ്? മെഡിസിൻ. ഏതിനാണ് ഏറ്റവും കോമ്പറ്റീഷൻ? 10ാം ക്ലാസ്സിൽ ഒരു കുഞ്ഞ് പഠിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിന് മെഡിസിൻ അഡ്മിഷന് വേണ്ടി പണം നേരത്തെ കൊടുത്ത് ബുക്ക് ചെയ്യുകയല്ലേ നമ്മൾ ചെയ്തിരിക്കുന്നത്? ഇന്ന് ഇവിടെ പഠിക്കുന്ന ഏതൊരു കുട്ടിയെ വിളിച്ച് ചോദിച്ചു, നിനക്ക് ആരാകണം? ഡോക്ടറാകണം. അപ്പോൾ ഇത്രയും ഡോക്ടർ ഈ കാലത്തുണ്ടായിട്ട് രോഗി കുറയുകയാണോ കൂടുകയാണോ ചെയ്തത്? അടുത്ത ചോദ്യം, മരുന്നുകൾ കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ എത്ര 1000 പുതിയ മരുന്നുകൾ കണ്ടുപിടിച്ചു. പക്ഷെ രോഗി കുറഞ്ഞിട്ടില്ല, രോഗം കുറഞ്ഞിട്ടില്ല. ഡോക്ടറും മരുന്നും 100 മൈൽ സ്പീഡിൽ ഓടുന്നു, രോഗം 1000 മൈൽ സ്പീഡിൽ ഓടുന്നു. ഒരിക്കലും ഡോക്ടർക്ക് മരുന്നിന് രോഗത്തെ കീഴടക്കാൻ പറ്റാത്ത സ്പീഡിൽ രോഗം കയറി വരികയാണ്. കർത്താവ് പറയുന്നു, മരുന്നില്ലാത്ത രോഗമാ മഹാവ്യാധി എന്ന് പറയുന്നത്. യേശു കർത്താവിന്റെ മടങ്ങിവരവിന്റെ അടയാളത്തിൽ അതിപ്രധാനപ്പെട്ടത് ഞാൻ നിങ്ങളോട് പറയുകയാണ്, മഹാവ്യാധി. എന്റെ എല്ലാ ശ്രോതാക്കളും ശ്രദ്ധിച്ചു കേട്ട് മനസ്സിലാക്കുന്ന കാര്യമാണ്, അംഗീകരിക്കുന്ന കാര്യമാണ് മഹാവ്യാധി. മരുന്നില്ലാത്ത രോഗം ഇപ്പോഴുണ്ടോ? ഉണ്ട്. ക്യാൻസറിന് മരുന്നുണ്ടെന്ന് നമ്മളൊരു സമാധാനത്തിന് പറയുന്നതേ ഉള്ളൂ. ക്യാൻസറിന്റെ കാര്യത്തിൽ ഇന്ത്യ വളരെ പരുങ്ങലിലാണ്, ഭയത്തിലാണ്. എയ്ഡ്സിന്റെ കാര്യം അതിനേക്കാൾ അപ്പുറമാണ്. ഞാൻ വിവരിക്കുന്നില്ല. പുതിയ നിയമത്തിൽ 85-ാമത്തെ പേജിലേക്ക് വരാം. ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം 26 വാക്യം. 21 അധ്യായം 26 വാക്യം. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ച് നോക്കിപ്പാർത്തുകൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ച് നോക്കിപ്പാർത്തുകൊണ്ട് മനുഷ്യർ നിർജീവന്മാരായി പോകും. ഇതെന്തിനെക്കുറിച്ചാണ്? യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ് എപ്പോൾ സംഭവിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരമാണിത്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 21:7. ഗുരു, അതെപ്പോഴുണ്ടാകും? നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത്?
മത്തായി 24:3, ലൂക്കോസ് 21:7. കർത്താവേ, അങ്ങയുടെ മടങ്ങിവരവിന്റെ അടയാളം എന്താണ്? ഈ യുഗത്തിന്റെ അവസാനം എപ്പോൾ സംഭവിക്കും? അതിന്റെ അടയാളം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ യേശു ഏറെക്കുറെ 10-15 അടയാളങ്ങളോളം അവിടെ പറയുന്നുണ്ട്. അതിൽ കൂടുതൽ വേണമെങ്കിലും സൂക്ഷിച്ചാൽ പഠിക്കാം. ഈ അടയാളങ്ങളെ കുറിച്ച് നാം പഠിക്കുകയാണ്. ഇതാ ഒരടയാളം. എന്താണ് ആ അടയാളം? ഈ യുഗത്തിന്റെ അവസാനം, ലോകാവസാനം എന്ന ആളുകൾ പറയുന്ന ആ ഭീകര ദിവസത്തിന്റെ ലക്ഷണങ്ങൾ, യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന ചോദ്യത്തിന് ഇതാ ഒരു കറക്റ്റ് ഒരു അടയാളം പറഞ്ഞിരിക്കുന്നു. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നു, അതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിക്കാൻ പോകുന്നു എന്ന് പേടിച്ച് മനുഷ്യർ നിർജീവന്മാരാകുന്നു. ചില കാര്യങ്ങൾ ഇവിടെ നിന്ന് പഠിക്കണം. ആകാശത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലാകുമെന്ന് ഒരു പ്രവചനം ബൈബിളിൽ കിടപ്പുണ്ട്. ആകാശത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലാകുമെന്ന്. ആകാശത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലായാൽ ഭൂമിയുടെ നിലനിൽപ്പോ? ഒരൊറ്റ മനുഷ്യനും ജീവിക്കാൻ പറ്റുകയില്ല. നമുക്ക് ഈ പ്രപഞ്ചത്തിലെ ഒന്നും തന്നെ അറിയില്ല. നമ്മൾ പഴയതിനേക്കാൾ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്നെങ്കിലും നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളെ അറിഞ്ഞിട്ടുള്ളൂ. നമ്മൾ അറിയാത്ത കാര്യങ്ങളാണ് അറിഞ്ഞ കാര്യങ്ങളെക്കാൾ കൂടുതൽ. ഈ സൂര്യൻ പ്രകാശിക്കുന്നതിന്റെ പുറകിൽ എത്ര ലിറ്റർ ഇന്ധനം ചെലവാകുന്നു എന്ന കാര്യത്തിൽ കറക്റ്റ് കണക്ക് നമുക്കറിയുമോ? സൂര്യപ്രകാശം എത്ര സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്? അതിനെക്കുറിച്ച് സൂക്ഷ്മ ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് 1 സെക്കൻഡിൽ 1,86,000 മൈൽ പ്രകാശം സഞ്ചരിക്കുന്നു. 1 സെക്കൻഡിൽ 1,86,000 മൈൽ സ്പീഡിലാണ് സൂര്യന്റെ പ്രകാശം ഭൂമിയിലോട്ട് വരുന്നത്. ഈ കാര്യം അളന്നു നോക്കിയവരാരും നമ്മളുടെ കൂട്ടത്തിലില്ല. ഇതൊരു ശാസ്ത്രീയ പ്രസ്താവന നാം അംഗീകരിക്കുന്നു. അങ്ങനെ സഞ്ചരിക്കുന്ന ആ പ്രകാശം ഒരു വർഷം അങ്ങനെ സഞ്ചരിച്ചാൽ എത്ര ദൂരം പോകും? അതാണ് ഒരു പ്രകാശവർഷം. ഈ ശാസ്ത്രീയ ഭാഷകളൊക്കെ സാധാരണക്കാരനെ സംബന്ധിച്ച് കടിച്ചാ പൊട്ടാത്തൊരു സാധനമായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് അവിടുന്ന് മുന്നോട്ട് പോകാം. എന്താണ് ആകാശം? നമുക്ക് കൂടുതൽ അറിയില്ല, പക്ഷെ ചില കാര്യങ്ങൾ നമുക്കിപ്പോൾ അറിയാൻ പറ്റും. ആകാശം എന്ന് പറയുന്നത് ഒരു സാധനമല്ല, പല പാളികളാണ്. അതൊക്കെ ഇപ്പോൾ ആളുകൾ കണ്ടുപിടിച്ചു. അതിനെന്താ തകർച്ച സംഭവിച്ചു എന്ന് പറയുന്നേ? അത് മുഴുവൻ തകർന്നു കിടക്കുകയാണെന്ന്. നമുക്ക് നമ്മുടെ വീടിന്റെ മൂലയിൽ ഈ മൂല ഇടിഞ്ഞു പോണ കാര്യം നമ്മൾ അറിയാതിരിക്കുക. നമ്മുടെ അലമാരിക്കകത്തിരിക്കുന്ന ഷർട്ടോ പാന്റോ എലി വെട്ടിയ കഥ നമ്മൾ അറിയാതിരിക്കുക. നമ്മുടെ വണ്ടിയുടെ പ്രധാനപ്പെട്ട പാർട്സ് ഇളകിപ്പോയ കഥ നമ്മൾ അറിയാതിരിക്കുമ്പോൾ ആകാശത്തിന്റെ പാളികൾ കീറിപ്പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്ന കാര്യമല്ല, നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലത്. പക്ഷേ ഇവിടെ ചില വർഷങ്ങൾക്ക് മുമ്പ് ഭൗമ ഉച്ചകോടി എന്ന് പറഞ്ഞൊരു സംഭവം നടന്നു. ഭൗമ ഉച്ചകോടി വായിച്ചിട്ടുള്ളവർക്കറിയാം. അന്നത്തെ പ്രധാനമന്ത്രി പ്രസിഡന്റ് ജോർജ് ബുഷ്, കൂടാതെ നമ്മുടെ മുൻ പ്രധാനമന്ത്രി നരസിംഹറാവു, ബോറിസ് യെൽസിൻ, ഇവരൊക്കെയാണല്ലോ വൻകിട ലീഡേഴ്സ്. ഇവരൊക്കെ കൂടെ ചേർന്നാണ് ഭൗമ ഉച്ചകോടി വിളിച്ചു കൂട്ടിയത് വർഷങ്ങൾക്ക് മുമ്പ്. എന്തിനു വേണ്ടി വിളിച്ചു കൂട്ടി? ആകാശപാളികൾ തകരുന്നു, ഓസോൺ പാളികൾക്ക് കേടുപറ്റിയിരിക്കുന്നു, ഇന്ത്യയുടെ വലിപ്പമുള്ള ഒരു കീറൽ, ഒരു വിള്ളൽ അതിനകത്ത് കാണുന്നുണ്ടെന്ന്.
ശാസ്ത്രജ്ഞന്മാര് 24 മണിക്കൂറും ഒരുവിധം പുരോഗമനമുള്ള വളർച്ചയുള്ള രാഷ്ട്രങ്ങളിൽ 24 മണിക്കൂറും ഇത് നിരീക്ഷിക്കാൻ ഒരു വലിയ സമൂഹം ബുദ്ധിജീവികൾ ഇരിപ്പുണ്ട്. അവരോരോ ദിവസം കഴിയും തോറും ഇതിന്റെ വിള്ളൽ വലുതാകുന്നു. ആകാശപാളികളുടെ വിള്ളൽ, അതിന്റെ തകർച്ചയെക്കുറിച്ച് അവർ പഠിക്കുന്നു. ഒരാൾ എഴുതിയിരിക്കുന്നത് TB ബാധിച്ച ഒരു ആളുടെ പതപ്പ എന്ന് പറയുന്ന ആ അവയവം എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ഈ സാധനം തകർന്നിരിക്കുന്നു. ആകാശ പാളികൾ ഒരു ഭാഗം. അതുകൊണ്ട് എന്ത് ചെയ്യണം? അങ്ങനെ ഇത് തകർന്നാൽ എന്ത് സംഭവിക്കും? ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇത് തകർന്നാൽ ഭൂമിയിൽ ചൂട് കൂടും. അതായത് ഈ സൂര്യരശ്മി ഈ 1,86,000 മൈൽ സ്പീഡിൽ വരുന്ന ഈ സാധനം ഇങ്ങോട്ട് വരുമ്പോൾ അതിപ്രധാനപ്പെട്ട പല ഫിൽറ്ററിനകത്തൂടെ കടന്നാ വരുന്നത്. അരിപ്പകൾ. ഈ ഓരോ അരിപ്പയും ഓരോ സാധനം തടഞ്ഞു വെക്കും. അവിടെ മണലരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് പലതരം അരിപ്പകളുണ്ട്. സ്മൂത്തായിട്ടുള്ള ചില വർക്ക് ചെയ്യാൻ ഏറ്റവും കട്ടി കുറഞ്ഞ അരിക്കും. അതേസമയം കോൺക്രീറ്റിന് വേറൊന്നാണ്. ഇതുപോലെ ഈ രശ്മിയെ അരിച്ചരിച്ച് താഴേക്ക് വിടുന്നത്. എന്തുകൊണ്ട്? ഇതിനകത്തൂടെ വരുന്ന ഒരു പ്രത്യേകതരം രശ്മി മനുഷ്യനും മൃഗങ്ങൾക്കും ജീവഹാനി വരുത്തും. അത് വന്ന് അടിച്ചാൽ ശരീരം അപ്പോഴേ പൊള്ളിപ്പോകും, കണ്ണപ്പോഴേ ദ്രവിച്ചു പോകും. ഒരു ജീവിക്ക് ഇവിടെ നിലനിൽപ്പില്ല സൂര്യപ്രകാശം നേരിട്ടിഞ്ഞ് വന്നാൽ. അപ്പൊ ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ അരിപ്പ കീറി ഭൂലോകം തീ കത്താൻ പോവുക. എല്ലാരും പറയുന്നുണ്ടല്ലോ ചൂട് കൂടുതലാ, പഴയതിനേക്കാൾ ചൂട് കൂടുതലാ. സാധാരണക്കാരൊക്കെ വീട് എയർ കണ്ടീഷൻ ആക്കുന്നു. എന്താ പ്രശ്നം? ഓരോ വർഷം കഴിയുന്തോറും ഓവർ ഹീറ്റ് ആകുന്നു. സൂര്യൻ ഭയങ്കരമായിട്ട് പഴുത്തു. അതല്ല വിഷയം. ഈ അരിപ്പ തകരാറിലായിരിക്കുന്നു. മനുഷ്യന് വേണ്ടി ദൈവം വെച്ച പ്രകൃതിയിലെ വാസ്തവത്തിൽ എയർ കണ്ടീഷനാണ് ഈ തലയ്ക്ക് മുകളിൽ കാണുന്നത്. ഈ സൂര്യരശ്മിയിൽ ഒരു നല്ല ഭാഗം സസ്യങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. ഈ രശ്മിക്കകത്ത് വേറൊരു ഭാഗം മനുഷ്യന്റെ ശരീരത്തിന് ആവശ്യമുള്ളതാണ്. നിങ്ങൾക്കറിയാം, കൊച്ചു കുഞ്ഞുങ്ങൾ ജനിച്ചാൽ അവരെ വെയിൽ കൊള്ളിക്കുന്നത് കാണാം. ആ സൂര്യരശ്മിയിൽ നിന്നൊരു ഭാഗം ആ കൊച്ചു കുഞ്ഞിന്റെ ത്വക്കിന് ഷേപ്പ് വരുത്തുന്നതാണ്, നിറം കൊടുക്കുന്നതാണ്. അപ്പോൾ അത് മനുഷ്യന് ആവശ്യമുണ്ട്, സസ്യങ്ങൾക്ക് ആവശ്യമുണ്ട്. സൂര്യപ്രകാശം ലഭിച്ചില്ലെങ്കിൽ ചില സസ്യങ്ങൾ വളരുകയില്ല, നന്നാവില്ല. സസ്യങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഭാഗം, മൃഗങ്ങൾക്കും മനുഷ്യനും ആവശ്യമുള്ള മറ്റൊരു ഭാഗം. പക്ഷേ സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും കേടുവരുത്തുന്ന മറ്റൊരു ഭാഗം ഇതിനകത്തോട് വരുന്നുണ്ട്. ഇതിനെ അല്പം പോലും താഴേക്ക് വിടാതെ ഈ അരിപ്പകൾ തടഞ്ഞു നിർത്താനാണ് ദൈവം ഈ ആകാശപാളികളെ മുകളിൽ വെച്ചത്. പല പല തട്ടുകളിൽ അരിച്ചു വേണം അത് താഴേക്ക് വരാൻ. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇത് തകർന്നു എന്ന് ബഹുമാനപ്പെട്ട മുൻ പ്രധാനമന്ത്രി നരസിംഹറാവു ഇരിക്കുന്ന കാലഘട്ടത്തിൽ ലോകത്തിലെ വൻകിട നേതാക്കന്മാർ കൂടി ചർച്ച ചെയ്തു. ഭൂമി തീ കത്താൻ പോകുന്നു, ഈ നിലയിൽ ഇനി മുന്നോട്ട് അധികം പോവുകയില്ല. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു സമ്മേളനം തന്നെ വിളിച്ചുകൂട്ടിയത്രേ. എന്നിട്ടോ ചില കാരണങ്ങൾ കണ്ടെത്തി. ഇവിടെ നിന്ന് മുകളിലേക്ക് കുറെ സാധനങ്ങൾ വിട്ടിട്ടുണ്ട്. ഉപഗ്രഹം, റോക്കറ്റ്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങളെ ഇവിടുന്ന് മേലോട്ട് പോകുന്നുണ്ട്. ഇതിന്റെ അമിത ഉപയോഗം ഇതിനെ തകർത്തിരിക്കുന്നു. പിന്നെ പല പല കാരണങ്ങൾ അവരതിന് ഉദ്ധരിക്കുന്നു. ഏതായാലും സംഗതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓരോ സെക്കൻഡ് കഴിയും തോറും ഈ സംരക്ഷണ വലയം തകർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ യേശു പറഞ്ഞ വാക്കിലേക്കൊന്ന് നോക്കൂ. ലൂക്കോസ് 21:26. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ, ഇതിനേക്കാൾ വ്യക്തമായിട്ട് ഈ കാര്യം
അന്നത്തെ ഭാഷയിൽ എഴുതാൻ പറ്റുമോ? AD 100 മുമ്പ് എഴുതിയ ഈ പുസ്തകത്തിൽ ഈ ഓസോൺ പാളികളുടെ തകർച്ചയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇതിൽ കൂടുതൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള ഏതെങ്കിലും പുസ്തകം ഭൂമിയിലുണ്ടോ? ഇത് മരിക്കുമ്പം വായിക്കാനുള്ള പുസ്തകമല്ല. ചിന്തിക്കാൻ കഴിവുള്ളവർ ഭൂമിയിൽ ആയുസ്സും സുബോധവും ആരോഗ്യവും ഉള്ളപ്പോൾ നന്നായി വായിച്ച് ചിന്തിച്ച് സത്യം ഗ്രഹിച്ച് കർത്താവിനെ അറിയുവാനാണ് ഈ പുസ്തകം തന്നത്. ആരെങ്കിലും ഒരാൾ ഇഹലോകവാസം വെടിഞ്ഞു കഴിയുമ്പോൾ തപ്പിയെടുത്ത് ശവടക്ക് തീരുന്നത് വരെ ഇരുന്ന് വായിക്കുവാനുള്ള ഒരു പുസ്തകമല്ലിത്. ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ശക്തമായ ശാസ്ത്രീയ സത്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള പുസ്തകമാണ് ദൈവത്തിന്റെ വചനമായ ബൈബിൾ. ഇതിനെ തരം താഴ്ത്തി കളഞ്ഞു. മരിക്കുമ്പോൾ വായിക്കുവാനുള്ള പുസ്തകം എന്ന ധാരണ ജനഹൃദയങ്ങളിൽ വരുത്തിയത് ആരാണെങ്കിലും അതൊരു അപരാധം തന്നെയാണ്. ജീവിച്ചിരിക്കുമ്പോൾ പുസ്തകം തുറക്കാൻ നാം അനുഗ്രഹിക്കപ്പെടും. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കിപ്പാർത്തും കൊണ്ട് ഈ വചനം നിങ്ങൾ ശ്രദ്ധിക്കണം. ആകാശം ഇളകിയതുകൊണ്ട് ഭൂമിക്ക് എന്ത് ഭവിക്കാൻ പോകുന്നു എന്ന് പേടിച്ച് നോക്കിപ്പാർത്ത വാക്കുകളെല്ലാം കറക്റ്റാണ്. നോക്കിപ്പാർത്തു എന്ന് പറഞ്ഞാൽ ഒരു വാച്ച്മാൻ ഒരു ടവറിന്റെ മുകളിൽ ഇരുന്ന് കാര്യങ്ങളെ 24 മണിക്കൂറും വീക്ഷിക്കുന്നത് പോലെ ശാസ്ത്രജ്ഞന്മാർ അവരുടെ പ്രത്യേക ലെൻസിലൂടെ ഇതിങ്ങനെ നോക്കി പാർത്തിരിക്കുകയാണെന്ന് ഇന്നേക്ക് 2000 കൊല്ലം മുമ്പ് ഈശോ മശിയ ഒരു വ്യാഖ്യാനവുമില്ലാതെ മനസ്സിലാകത്തക്കവണ്ണം എഴുതി വെച്ചിരിക്കുന്ന പുസ്തകമാണിത്. എന്താ ഇവര് നോക്കി പാർക്കുന്നത്? ആകാശം പൊളിയാൻ പോകുന്നുവെന്ന്, ആകാശം തകരാൻ പോകുന്നുവെന്ന്, അങ്ങനെ തകരുമ്പോൾ ഭൂമിക്ക് എന്ത് സംഭവിക്കുമെന്ന് അവർ ഭയപ്പെട്ട് നോക്കി പാർത്തിട്ട് ഒടുവിലത്തെ വാചകം ശ്രദ്ധിക്കൂ, മനുഷ്യർ നിർജീവന്മാരായി പോകുക, പേടിച്ചു മരിച്ചു പോകുക. ഈ പ്രവചനങ്ങൾ ഇതിനകത്ത് പറഞ്ഞതൊക്കെ നിറവേറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഒരുവിധം ചിന്തിക്കുന്നവരെല്ലാം ഭയത്തിന്റെ കീഴിലാണ്. മനുഷ്യന്റെ നിലനിൽപ്പ് അപകടത്തിലായിരിക്കുന്നു. മനുഷ്യൻ ആശ്രയിക്കാൻ ഒന്നുമില്ലാതെ വന്നിരിക്കുന്നു. ശ്രദ്ധിക്കുക, കാര്യങ്ങളെ ഇനിയെങ്കിലും നാം അറിഞ്ഞില്ല എങ്കിൽ നമുക്ക് വലിയ നഷ്ടം സംഭവിക്കും, നമുക്ക് വലിയ അബദ്ധം സംഭവിക്കും. നിങ്ങൾ ഒരു കപ്പലിലാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ കപ്പൽ പുറപ്പെടുന്നതിന് മുമ്പ് ലൈഫ് ബോട്ട് റെഡിയാണോ നോക്കും. നിങ്ങൾ ഒരു സ്കൂട്ടറിലാണ് പുറപ്പെടുന്നതെങ്കിൽ സ്റ്റെപ്പിന് ടയർ ഉണ്ടോ നോക്കും. ഒരു പുതിയ കമ്പനി തുടങ്ങുമ്പോൾ ആ കമ്പനിക്ക് അഥവാ തീ പിടിച്ചാൽ ആ തീ കെടുത്താനുള്ള സംവിധാനം ആ കമ്പനിയിൽ വെച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടേ അതിന് അനുവാദം തരത്തുള്ളൂ. അങ്ങനെ പെട്ടെന്നൊരു അപകടം സംഭവിച്ചാൽ രക്ഷപ്പെടാനുള്ള മാർഗം എല്ലായിടത്തും ആളുകൾ കണ്ടുവച്ചിട്ടുണ്ട്. പെട്ടെന്നൊരു തീപിടുത്തമുണ്ടായാൽ, പെട്ടെന്നൊരു വെള്ളപ്പൊക്കമുണ്ടായാൽ, പെട്ടെന്ന് കപ്പലിന് അപകടം പറ്റിയാൽ, പ്ലെയിനിന് അപകടം പറ്റിയാൽ, കാറിന് അപകടം പറ്റിയാൽ പിടിച്ചു നിൽക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യാതെ ഇപ്പോൾ ആരും പുറത്തേക്ക് ഇറങ്ങുന്നില്ല. ഒരു ചോദ്യം, പെട്ടെന്ന് ഈ ഭൂമിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? പെട്ടെന്ന് ഈ ആകാശത്തിന് എന്തെങ്കിലും സംഭവിച്ചാലോ? എവിടെ നിങ്ങൾ രക്ഷപ്പെടും? രക്ഷയ്ക്ക് എന്തെങ്കിലും മാർഗം കണ്ടിട്ടുണ്ടോ? അതാണ് ഈ വിളിച്ചു പറയുന്നത്. രക്ഷയ്ക്കുള്ള മാർഗം യേശു ക്രിസ്തു. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശു. കർത്താവിന്റെ വരവിനെ കുറിച്ച് കേൾക്കുന്ന സഹോദരി, നീ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? നോഹയുടെ കാലത്ത് ഒരു പെട്ടകമുണ്ടായിരുന്നു.
അന്ന് ദൈവം പറഞ്ഞത്, രക്ഷപ്പെടാനുള്ളവർ ഈ പെട്ടകത്തിൽ കയറട്ടെ. ലോത്തിന്റെ കാലത്ത് ഒരു പർവ്വതമുണ്ടായിരുന്നു, രക്ഷപ്പെടാനുള്ളവർ ഈ പർവ്വതത്തിലേക്ക് പോകട്ടെ. ദൈവം ഒരു ന്യായവിധി അയക്കുന്നതിന് മുൻപ്, ഒരു അപകടമുണ്ടാകുന്നതിന് മുൻപ് ഒരു രക്ഷാമാർഗം, ഒരു ലൈഫ് ബോട്ട് ദൈവം തരാതിരിക്കത്തില്ല. ദൈവം നീതിമാനാണ്. ശ്രദ്ധിക്കൂ സുഹൃത്തെ, ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വരാൻ പോണ ന്യായവിധിക്ക് മുൻപ് ദൈവത്തെ ഭയപ്പെടുന്നതിന് വേണ്ടി ഒരു രക്ഷാമാർഗം ദൈവം കൊടുത്തിട്ടുണ്ട്. ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ തലമുറയിൽ ഒരു വലിയ വിപത്തിലേക്ക് മനുഷ്യൻ നീങ്ങുന്നു. ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു ലൈഫ് ബോട്ട് ദൈവം തന്നിട്ടുണ്ട്. 2000 വർഷങ്ങൾക്ക് മുൻപ് ആകാശത്തിനും ഭൂമിക്കും മധ്യേ മാനവ കുടുംബത്തിന്റെ പാപം വഹിച്ചുകൊണ്ട് 2 കള്ളന്മാരുടെ നടുവിൽ കാരിരുമ്പാണികൾക്ക് കൈകാൽ ഏൽപ്പിച്ചു കൊടുത്ത് രക്തം ചിന്തി മരിച്ച ദൈവപുത്രനുള്ള വിശ്വാസമാണ് ഈ നശിക്കാൻ പോകുന്ന ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏകമാർഗം. ഈ സത്യം നിങ്ങളോട് പറയുവാൻ ഞങ്ങളെ അനുവദിച്ചതിന് നന്ദി. കാരണം നാളെ ഇത് അറിഞ്ഞില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുകയില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, വചനം വീണ്ടും വായിക്കാം. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നുവെന്ന് പേടിച്ചും നോക്കിപ്പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. മനുഷ്യർ നിർജീവന്മാരാകും. അതെ, ഇത് പ്രതീക്ഷിച്ചുകൊള്ളുക. ഇതൊരു 20 കൊല്ലമായി ഈ കാര്യം ആളുകൾ സംസാരിച്ചു തുടങ്ങി. പക്ഷേ സാധാരണക്കാരുടെ ഭാഷയിൽ ഇത് വരുന്നില്ല. ഓസോൺ ലെയറിനെ കുറിച്ചോ അൾട്രാ വയലറ്റ് രശ്മിയെ കുറിച്ചോ സാധാരണക്കാരൻ സംസാരിക്കാറില്ല. കാരണം സാധാരണക്കാരൻ അതൊന്നും അറിയുന്നില്ലല്ലോ. പക്ഷെ അറിഞ്ഞില്ല എന്ന ഓർത്ത് നമുക്ക് രക്ഷപ്പെടാൻ ഒക്കുകയില്ല. നമുക്കറിയാത്ത പല കാര്യങ്ങളുണ്ട്. സുനാമിയെ കുറിച്ച് എനിക്കൊന്നും അറിയാമല്ല, അതുകൊണ്ട് സുനാമി വന്നാൽ ഞാൻ മരിക്കുകയില്ല എന്ന് പറയുന്നത് മാനസികമായി ബോധമില്ലാത്ത ഒരാളെന്ന് ആളുകൾ പറയത്തുള്ളൂ. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ ഭയങ്കരമായ പുക നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇപ്പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞു, കാർ മുമ്പോട്ട് പോകരുത്, പോയാൽ നിങ്ങൾക്ക് വഴി കാണാൻ പറ്റി. അങ്ങനെ ഒരു സംഭവം ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടി ഇടിക്കും. നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. പക്ഷെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അറിഞ്ഞില്ല എന്ന കാരണത്താൽ അതൊരു ഒഴികഴിവല്ല. അറിവില്ലായ്മ ഒരു എക്സ്ക്യൂസ് അല്ല, ഒഴികഴിവല്ല. ഈ രാജ്യത്തെ നിയമങ്ങൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, പക്ഷെ ലംഘിച്ചു നോക്കണം, അപ്പോൾ അറിയാം അതിന്റെ ഗുണം. ഞാൻ വിശദീകരിക്കാം. ഇലക്ട്രിക് പോസ്റ്റിൽ കയറി കമ്പിയെ പിടിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങളൊന്നും അറിയാൻ മേലാത്ത നിഷ്കളങ്കനായ മനുഷ്യനാ. പക്ഷെ നിങ്ങൾ അതിൽ കയറി പിടിച്ചാൽ വിഷയം അതുകൊണ്ട് അവസാനിച്ചു. പിന്നെ നിങ്ങൾ ഇറങ്ങി വരില്ല. നിങ്ങൾക്ക് അറിയില്ല എന്ന കാരണത്താൽ നിങ്ങൾ പൊള്ളാതിരിക്കുകയില്ല, നിങ്ങൾ രക്ഷപ്പെടുകയില്ല.